ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു ഗെറ്റ് ഒരു വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വരെ പോകണം. അപ്പോൾ ഒരു ഗെറ്റ് ഒരു വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാതെ റീസൺ വേറെ വീഡിയോയിലായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിലൂടെ അത് പറയാമെന്ന് വെച്ചു. വീഡിയോ എടുക്കാതെ റീസൺ എന്ന് വെച്ചാൽ ഗൈസ് ഫോൺ ചേട്ടന് കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഫോൺ വീണിട്ട് സകലമാനം അതിൽ എന്തൊക്കെ പോകാൻ പറ്റും അതൊക്കെ അതിൽ പോയിട്ടുണ്ട്. ക്യാമറ പോലും ഓപ്പണും കൂടി ആവണ്ടായിരുന്നില്ലേ ഫോൺ. പിന്നെ അത് ശരിയാക്കാൻ കൊടുക്കാൻ പോയി ആ ചേട്ടന്മാർ നല്ല പണിയെടുത്തിട്ടുണ്ട് അതുമ്മേ. കാരണം ഒരു പ്രാവശ്യമല്ല ഫോൺ കംപ്ലൈൻ്റ് ആവണം, 2-3 പ്രാവശ്യം കംപ്ലൈൻ്റ് ആവണം. കാരണം നിലത്ത് വീണ് 2-3 പ്രാവശ്യം കംപ്ലൈൻ്റ് ആവണം. അപ്പോൾ ഇപ്രാവശ്യം വീണതിൽ നല്ല പണിയെടുത്തിട്ടുണ്ട് ആ ചേട്ടന്മാർ. എന്നിട്ടാണ് ഫോണൊന്ന് വർക്കായി കിട്ടിയത്. അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ളതിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ഉണ്ണിക്ക് സർജറിയുടെ സമയമായത്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും അത് യൂട്യൂബിലിടാനുള്ളതൊന്നും എനിക്ക് സമയം കിട്ടില്ല. കാരണം അവൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനൊന്നും പറ്റില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ശരിക്കും വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ ഇതായിരുന്നു. ഫോൺ കംപ്ലൈൻ്റ് ആയി. പിന്നെ ആ സമയത്ത് തന്നെ ഉണ്ണീൻ്റെ സർജറിയും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോൾ ഒരുമിച്ചല്ലേ വരുള്ളൂ. അങ്ങനെ ഇതായിരുന്നു വീഡിയോ എടുത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഈ 2 സംഭവങ്ങളായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഉറപ്പ് പറയില്ലേ, ശ്രമിക്കാം. എന്നാലും ഞാൻ വീഡിയോ ഇടും. പിന്നെ വെച്ചാൽ വീഡിയോ കാണുമ്പോൾ അപ്പോൾ വീഡിയോ കാണുന്നവരാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എല്ലാവരും. പിന്നെ ഒരു ലൈക്കും കൂടി അടിക്കും. അപ്പോൾ ലൈക്കും കൂടി അടിച്ചിരിക്കണേ. പിന്നെ എന്തോന്നാ പറയണേ എനിക്കറിയുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ തെറ്റി പോണേ. എന്തെങ്കിലും ക്ഷമിക്കിട്ട. പിന്നെ അപ്പോൾ ഇത്രയല്ല, നമുക്ക് തൃശ്ശൂർ പോയിട്ട് വേഗം വരാമല്ലോ. ബൈ ബൈ ഗൈസ്.